റഷ്യയും നാറ്റോയും നേർക്കുനേർ നിൽക്കേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് തന്നെ റഷ്യ ഒരു നീക്കം നടത്തിയപ്പോൾ അതിൽ നാറ്റോ ആകെ വിരണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടുള്ള മുന്നോട്ട് പോക്കിനുള്ള സാഹചര്യവും നിലവിലില്ല. ഇങ്ങനെയാണെങ്കിൽ നാറ്റോ റഷ്യയുടെ മുമ്പിൽ ഒന്നും അല്ലാതാവില്ലേ? നാറ്റോ റഷ്യയുടെ മുമ്പിൽ ഒന്നുമല്ല. കാരണം ഇതിനകത്ത് ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിനും അവസാനിപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഇതിനകത്ത് യുദ്ധം തുടങ്ങി വെച്ചതും അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷനും ഒക്കെ പല ലക്ഷങ്ങൾ കോടി പല ലക്ഷ്യങ്ങളായിരുന്നു. കാരണം ഇതിനകത്ത് റഷ്യയെ പണിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ യുദ്ധം യുക്രൈൻ ഒരു പക്ഷേ നാറ്റോയിൽ ചേരുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ റഷ്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നോക്കുന്നത് റഷ്യയുടെ സുരക്ഷ വെച്ചിട്ട് റഷ്യ കയറി അടിക്കുന്നു. അപ്പം ഈ ഒരു യുദ്ധം റഷ്യയെ തകർക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പം യുദ്ധം നിർത്താൻ പറ്റുന്നില്ല. കാരണം യുദ്ധത്തിനകത്ത് ഈ ഓടുന്നവനും ഓടിക്കുന്നവനും അണയ്ക്കുമെന്ന് പറയും. യുക്രൈൻ എന്ന് പറഞ്ഞ സാധനം ഏതാണ്ട് ഒരുമാതിരി ഒരു പരുവായി. ഇവൻ ഇനി അവിടെ നിൽക്കുക. അവനെ ഈ യുക്രൈന്റെ കെയർ ഓഫ് പാർക്കാ നാറ്റോയ്ക്ക് യൂറോപ്യൻ കൺട്രീസിന്. യുക്രൈൻ കഴിഞ്ഞാൽ ഭയക്കുന്ന യുദ്ധം ഞങ്ങളിലേക്ക് വരുന്ന ഭയക്കുന്ന ഈ അതിർത്തിയിലുള്ള രാജ്യങ്ങളുണ്ട്. ഒന്ന് പോളണ്ട് ഉണ്ട്, പോളണ്ടും അല്ല ബ്രിട്ടൻ ഉണ്ട്, ഈ പറയുന്ന ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്. അവരെ ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന 18ാം നൂറ്റാണ്ട് തൊട്ട് ഈ പറയുന്നത് പോലെ റഷ്യയുടെ ശത്രു ഇപ്പോഴും ആണ്. ഏത് സമയം കിട്ടിയാലും അടിക്കും. അപ്പൊ ഇതിന്റെ കെയർ ഓഫിൽ അടി കിട്ടാൻ അല്ലെങ്കിൽ ഇത് വ്യാപിച്ചാൽ അടി കിട്ടാൻ ഒരുപക്ഷെ യുക്രൈൻ യുദ്ധം നിർത്തിയാൽ നാളെ കാലത്തെ നിന്നുപോയാൽ തന്നെ അടുത്ത ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നുണ്ട് യുദ്ധം നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള വിചാരമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം 10,000 സൈനികരെ ഞങ്ങൾ അങ്ങോട്ട് വിടുകയാണ്, നാറ്റോ തീരുമാനം അങ്ങനെ വരുന്നു, അത് പ്രഖ്യാപിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ നാറ്റോയുടെ സൈന്യം അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം, അത്തരത്തിലുള്ള സൈനിക നീക്കം നടക്കണമെങ്കിൽ നാറ്റോ രാജ്യമായിരിക്കണം. മാത്രമല്ല ഈ ഒരു തീരുമാനം ഉണ്ടാകും അല്ലെങ്കിൽ നാറ്റോ ചേരുമെന്ന് കണ്ടുകൊണ്ടാണ് റഷ്യ പറഞ്ഞത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി. അപ്പൊ ഇങ്ങോട്ട് വിടുന്നെന്ന് പറഞ്ഞ് റഷ്യ എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്, ഇവിടെ കാണാൻ വന്ന കൈകാര്യം ചെയ്യുന്നവർ എന്തായാലും പറഞ്ഞു തീർന്നതിന് മുമ്പേ പോളണ്ടിൽ കയറി ഒരു 19 മിസൈൽ ഡ്രോണുകൾ അങ്ങോട്ട് പറന്നു. ഡ്രോണുകൾ പറന്നു. ഇപ്പൊ ഇന്നലെ വരുന്ന വാർത്ത ഡ്രോണുകൾ പറന്നു. അപ്പൊ ആദ്യം വന്ന വാർത്ത ഡ്രോണുകൾ പറന്നു. അത് റഷ്യ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല, അറിയാതെ പോയി പറന്നിട്ട് പോരാ, കിളിയാന്ന് അറിയാതെ പോയി പറന്നിട്ട് പോരാൻ. ഒന്നും അല്ലല്ലേ, ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നിടത്തോടെ പോകത്തില്ല. റഷ്യക്ക് അങ്ങനെ കുഴപ്പമുണ്ട്, റഷ്യ ഏക്കത്തില്ല. പല കാര്യങ്ങളിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏക്കത്തില്ല. അല്ലെങ്കിൽ പറയത്തില്ല, പണ്ട് അസർബൈജാന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു വിമാനം വെടിവെച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ അബദ്ധത്തിൽ വെടിവെട്ടിയതാണ്. പണ്ട് നമ്മള് ബ്രഹ്മോസ് പാകിസ്ഥാനി വിട്ടിട്ട് പറഞ്ഞില്ലേ, അവന്മാർ തൂത്തുടച്ചോണ്ടിരുന്ന അറിയാമേത്ത പിള്ളേരെ തൂത്തുടച്ചോണ്ടിരുന്ന അന്നേരം അറിയാതെ പറന്നു പോയതാണ്, നമ്മളത് പരീക്ഷിച്ചായിരുന്നല്ലോ എന്ന് പറഞ്ഞ് റഷ്യക്ക് ചില കളിയുണ്ട് അങ്ങ് പറഞ്ഞു. പക്ഷെ ഇന്നലെ നാറ്റോ കയറി. അപ്പം അതിനുശേഷം ഈ റൊമാനിയയുടെ ബോർഡർ കടന്നു കയറി, ഈ റഷ്യയുടെ വിമാനങ്ങൾ കടന്നു കയറി അങ്ങ് അകത്ത് കയറി. കുറച്ച് കയറിയിട്ട് അവിടെ ഒരു പറപ്പിലൊക്കെ പറപ്പിച്ച് ചെറിയ 1-2 സർക്കസൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ ഇവന്മാര് നോക്കിയെന്ന് പറഞ്ഞാൽ ഡ്രോണുകൾ പറത്താനും ഇവരുടെ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ബ്രഹ്മോസ് പരീക്ഷിച്ച പോലെ ഇത് കടന്നു കയറിയവന്മാർക്ക് എത്രത്തോളം അറിയാൻ പറ്റും, തടയാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു കാര്യം, പിന്നെ ഇതിനകത്തൊരു പേടിപ്പിരിയൊക്കെ, ഇതെല്ലാം ബോർഡർ രാജ്യങ്ങൾ. ഏതായാലും അവിടെ കയറി. ഇപ്പൊ ഇന്നലെ ഈ നാറ്റോ സെക്രട്ടറി ഉണ്ടല്ലോ മാർക്ക് റൂട്ടെ, പുള്ളി കഴിഞ്ഞ ദിവസം ട്രംപിനോട് പറഞ്ഞതായിട്ടുള്ള ഒരു വിവരം വളരെ കൃത്യമായി ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ, നമ്മൾ വിചാരിച്ച കക്ഷികളല്ല റഷ്യ, നമുക്ക് ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു സംസാരം വന്നു. കാരണം 19 ഡ്രോണുകൾ അവിടെ ചെന്നെന്നാണ് ഇപ്പൊ ഈ റൂട്ടെ പറയുന്നത്. 7 എണ്ണം അടിച്ചിട്ടു, ബാക്കി അവിടെ കണ്ടൊക്കെ വീണ് പൊട്ടിയിട്ടുണ്ട്. ഇവന്മാരത് രഹസ്യമായിട്ട് വെച്ചേക്കുക. പൊട്ടിയതങ്ങ് പറയുന്നതിന് അതിമാരക പ്രകര ശേഷിയുള്ള ഡ്രോണുകളാണ്. അതുകൊണ്ട് ഈ ഡ്രോണുകൾ തടയാൻ ഞങ്ങൾക്ക് വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ വളരെ മാരകമാണ്. ഇപ്പൊ ഇത്രയും തുടക്കം തന്നെ ചെലവ് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല. എങ്ങനെയായാലും ഇത് കോംപ്രമൈസിൽ പോകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം നോക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരം വന്നിട്ടുണ്ട്. അതായത് തുടങ്ങിയില്ല, ഈ പറഞ്ഞ പോലെ ഒരു മിമിക്രി കാണിച്ചതേ ഉള്ളൂ റഷ്യ. കഴിഞ്ഞ ദിവസം അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളോണ്ടിരുന്ന് ചർച്ച ചെയ്തതിനകത്ത് തോന്നുന്നു അവിടെ ഇപ്പൊ ഈ പോളണ്ട് അതിർത്തിയില് ഇവരുടെ ഒരു ഇത് നടക്കുന്നുണ്ട്, വ്യോമാഭ്യാസ പ്രകടനം. കഴിഞ്ഞ ദിവസം റഷ്യ 2 മിസൈലൊക്കെ പരീക്ഷിച്ചു. ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മണ്ടയ്ക്ക് കൂടെ പോയിട്ട് അങ്ങ് പണ്ടാരടങ്ങി പോകുന്നതോ, അതിന്റെ ശബ്ദത്തിന്റെ 9 ഇരട്ടി എങ്ങാണ്ട് ഇതുള്ളതാ, സ്പീഡുള്ളതും ഒക്കെ. ഇനി കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. മിസൈൽ വിട്ടെന്ന് റഷ്യ പറയുന്നു, പിന്നെ നീ ഒന്ന് പതിക്കുന്നേ ഉള്ളൂ. അപ്പം അതേ രീതിയിലൊക്കെ ഒരു മിസൈൽ എന്ന് പറഞ്ഞാല് 2 ദിവസമൊക്കെ
ഈ ഭൂമി വട്ടം ചുറ്റിയാൽ ഇവൻ ചുറ്റാൻ കഴിവുള്ള മിസൈൽ. അതായത് അത്രയ്ക്ക് വലിയ സാങ്കേതിക വിദ്യ. ഇവന്മാരാ പറഞ്ഞത് നേരത്തെ നമ്മുടെ ഈ മാത്യു ചാമർ പേര് ഞാൻ പറഞ്ഞത്, വേറെ ചാനലുകാരൊക്കെ പറഞ്ഞത് നമ്മുടെ വിമാനം വീണു, റഷ്യ തീർന്നു, റഷ്യയുടെ ആയുധങ്ങൾ മോശമാണെന്നൊക്കെ പറഞ്ഞ നിരന്തരം ചെണ്ടുന്ന ഇവന്മാരും പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ചില ആൾക്കാരൊക്കെ, റഷ്യയുടെ എല്ലാം തീർന്നു കേട്ടോ, ആയുധങ്ങളെല്ലാം തീർന്നു കേട്ടോ. ആ സമയത്ത് ഈ രണ്ടെണ്ണം പരീക്ഷിച്ചിട്ട് ആകപ്പാടെ പണ്ടാരം അടങ്ങാൻ ഇവന്മാർ പേടിച്ചു പോയി. അമേരിക്കയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഇതിനകത്ത് ഈ യുക്രൈനെ വെച്ചിട്ടുള്ള കച്ചവടം കഴിഞ്ഞു. ഇനി യുദ്ധം എങ്ങനെയും നിൽക്കണം. അമേരിക്ക പതിച്ച പണി 18 നോക്കിയിട്ട് യുദ്ധം നിർത്താൻ പറ്റുന്നില്ല. അപ്പം ഈ അമേരിക്കയുടെ നാറ്റോ പറയുമ്പം അമേരിക്ക പറഞ്ഞത്, ഞാൻ ഉപരോധം ഏർപ്പെടുത്താൻ നിങ്ങൾ കൂടെ നിൽക്കണം, എനിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാനൊക്കത്തില്ല. യുദ്ധം വന്നാൽ ഇയാൾ പറയുന്നത് നിങ്ങൾ അടിച്ചോണം, ഞങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം. അതായത് അമേരിക്ക കുഴപ്പമൊന്നുമില്ല, അമേരിക്ക ഡയറക്റ്റ് ആദ്യമൊന്നും കയറി ഈ പറയുന്ന റഷ്യ കയറി അടിക്കത്തുമില്ല. അപ്പൊ അമേരിക്ക തടി തപ്പി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. ഇത് യുക്രൈനും നാറ്റോയ്ക്കും ഒക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് യുദ്ധത്തിന്റെ കാര്യത്തിൽ. നമ്മൾ പറയുമ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാണ്. ഇപ്പൊ റഷ്യ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല, എന്നെ ഉമാർ പെടുത്തി. ഇനി നാളെ കാലത്ത് റഷ്യ ഇപ്പൊ കയറി അടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് ഉമാർ ഉപരോധം കൊണ്ടുവരും, മറ്റത് കൊണ്ട് മറിച്ചത് കൊണ്ടുവരും. അപ്പൊ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഈ യുദ്ധം ചെയ്യാനൊന്നും പറ്റത്തില്ല. മനസ്സിലായേ? പൈസ ഇല്ലെങ്കിൽ, പൈസ ഉണ്ടെങ്കിലേ പറ്റും. ആയുധം എവിടെയെങ്കിലും ഇരുന്ന് എടുത്തു വെച്ച് നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടിയുള്ള പരിപാടിയായി നോക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ പേരിൽ താരിഫ്, നമ്മളെ ഒരു വിരട്ടി. കാരണം അവിടുത്തെ ഈ ഇപ്പോഴത്തെ GDP അവിടെ ഉള്ളതിനകത്ത് ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ചൈനയുടെ കയ്യിൽ നിന്ന്, ഇന്ത്യയുടെ കയ്യിൽ നിന്നുള്ള പൈസയും അല്ലെങ്കിൽ ഈ കയറ്റുമതിയുടെ ഒക്കെ അടിസ്ഥാനം. അപ്പം അത് നിർത്താൻ നോക്കി. അന്നേരം ഇന്ത്യ നിർത്തത്തുമില്ല. ഇന്ത്യക്ക് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസത്തെ സ്പുട്നിക്കൊക്കെ നടക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് ഈ ഉപരോധം കൊണ്ട് പറ്റുന്ന നഷ്ടത്തിനെ മറികടക്കുന്ന രീതിയിലേക്ക് ഈ ക്രൂഡ് ഓയിൽ വില കാത്തു തന്നുകൊണ്ടിരിക്കുക. വളരെ വ്യക്തമായിട്ട് അവർ അതിന്റെ കണക്ക് വെച്ച് എഴുതിയിട്ടുണ്ട്, ഈ സ്പുട്നിക് എന്ന് പറയുന്ന ദേശീയ മാധ്യമം. കാരണം അതേ രീതിയിൽ. അപ്പം ഇത് അവിടുന്ന് ഇങ്ങനെ സാധനം ഇങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും, ഇവര് പൈസയും കൊടുത്തോണ്ടിരിക്കുക. നാളെ കാലത്ത് ഈ പറയുന്ന പോലെ ഉപരോധവും മറ്റ് കൂടുതൽ വിലക്കുകളും മറ്റതും മറിച്ചതും ഒക്കെ ഏർപ്പെടുത്തിയാൽ ആ പറയുന്നത് അതിജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഇവന്മാരെയൊക്കെ പെടുത്തിയാൽ പോരെ. ഞാൻ ചോദിച്ചിട്ട്, ഇപ്പൊ ഈ നാറ്റോ രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കൂട്ടിട്ട് ദരിദ്രവാസിയുടെ അവസ്ഥ നമ്മൾ കൂടുതൽ കൊണ്ട് പരിശോധിക്കുമ്പോൾ 30 ലക്ഷം കോടി അല്ലെങ്കിൽ മില്യൺ കടവാ. ബാക്കി ഇതേ ഉള്ളൂ, പൈസ അയക്കാതെ പോലും. ബാക്കിയുള്ള നാറ്റോ രാജ്യങ്ങൾ എല്ലാം പ്രതിസന്ധിയില്ല. നമ്മൾ കയറി ഒന്ന് അടിച്ചു കഴിയുമ്പോഴേ ഈ അറിയത്തുള്ളൂ. അപ്പൊ അവർക്ക് ഇത് റഷ്യക്ക് അറിയാം, എന്നെ എന്തായാലും പെടുത്തുക, ഇത് ശരിയാവണമെങ്കിൽ സന്തുലനാവസ്ഥ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരുത്തം മാത്രം ദരിദ്രനാവുന്ന ഒരവസ്ഥയിൽ നിന്ന് എല്ലാവരും ദരിദ്രനായ വീണ്ടും പഴയ ലോകക്രമത്തിൽ വരുള്ളൂ. അപ്പൊ റഷ്യ ഇതിനകത്ത് നാറ്റോയെ വലിച്ചിടും ഉറപ്പായി. അവരൊന്ന് വിരട്ടിയൊക്കെ നോക്കിയതാ, വിരട്ടിയൊക്കെ നോക്കി ബാക്കി സർക്കസുകളും താരിഫും മറ്റേത് മറിച്ചും ഒക്കെ നോക്കിയപ്പോഴത്തേന് ഇന്ത്യയൊക്കെ ഇതിനകത്ത് വന്ന് ഈ പറയുന്ന താരിഫിന്റെ കാര്യം വന്നപ്പോഴും ഈ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. ശ്രീകൃഷ്ണന്റെ വാ തുറന്ന പോലെ ആയിപ്പോയി. കല്ലുവാരി വായിലിട്ട് ചവച്ചപ്പം അമ്മ പറഞ്ഞു തുറക്കടാവാ, തുറന്നു നോക്കിയപ്പോ എന്താ വൈകുണ്ഠം മൊത്തം അല്ലെങ്കിൽ 7 ലോകവും കാണുന്നെന്ന് പറഞ്ഞല്ല. ഇവര് താരിഫ് വെച്ചിട്ടൊരു കളിയും ഒരു വിരട്ട് നാറ്റോ യൂറോപ്പും മറ്റൊരു മറിച്ചലും കാര്യം പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന ഒരു ലോകക്രമം RICയും കൊണ്ടുവന്നു, ബ്രിക്സും കൊണ്ടുവന്നു. അവരങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേന് സംഭവം വേറെ രീതിയിലായി, മൊത്തത്തിൽ കളിയും കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഇപ്പൊ ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കൊച്ചാട്ടൻ പറഞ്ഞത്, മൈ ഫ്രണ്ട് ടു യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഒക്കെ ഇന്ത്യയുടെ പുറകിൽ വലിയൊരു കളി കളിക്കുന്നു. അവർ മിസൈൽ വിടുന്ന പുറകില് ഇന്ത്യ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം ഈ മിസൈൽ പറക്കണമെങ്കിൽ കാശ് വേണം, കാശ് കൊടുക്കുന്നതിനകത്ത് വലിയ അപ്പൊ ഇന്ത്യ പറക്കുന്നു. അപ്പൊ ഞാനേക്ക് മനസ്സിലായി, ഇന്ത്യയോ റഷ്യയോ ഈ പറഞ്ഞ കളി ഇന്ത്യയോട് കളിച്ചപ്പോഴാണ് ഇവർ കൊടുത്തത്. കാരണം ഇതിന്റെ ചെലവെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ ചെലവെന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നാറ്റോനെ വിളിപ്പിച്ചില്ല, ഇവര് വിട്ട ഒരു ഡ്രോൺ ചെലവ് 14,000 രൂപ. മനസ്സിലായില്ലേ? പക്ഷെ ആ ഡ്രോൺ അടിച്ചിട്ട് ചെലവ് 4.5 ലക്ഷം രൂപ ചെലവ്. ഒരു ഡ്രോൺ അടിച്ചിന് 4 ലക്ഷം രൂപ, 14,000 4 ലക്ഷം രൂപ നാറ്റോയ്ക്ക് ചെലവാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ഒരു 100 ഡ്രോൺ അങ്ങോട്ട് വിടാമെങ്കിൽ കാര്യം നല്ല രസമാവും. അപ്പൊ നമ്മുടെ ഭയങ്കര ചെലവാണ്. നമ്മള് പണ്ട് ഈ നമ്മുടെ യുദ്ധം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ അല്ല, സിന്ധുവിന് മുമ്പുള്ള യുദ്ധം, ഈ നമ്മുടെ ആ കാർഗിൽ യുദ്ധം. ഒരു ദിവസം 1,500, അന്നത്തെ കാലത്ത് 1,500 കോടി രൂപ ശരാശരി ചെലവായിരുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, ഒരു ബ്രഹ്മോസിന്റെ വില നമ്മൾ ഇട്ടേക്കുന്നത് 30 കോടി രൂപയാണ്. എത്ര ബ്രഹ്മോസ് പാകിസ്ഥാനിൽ പോയി വീണു? അതുപോലെ ഈ നമ്മുടെ ഈ ഫ്രാൻസിൽ നിന്നുള്ള വിമാനം ഉണ്ടല്ലോ, ഒരു മണിക്കൂർ പറക്കണമെങ്കിൽ 20 ലക്ഷം രൂപ. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമാണ്. അത് അങ്ങനെ യുദ്ധം ജയിച്ചാൽ ഇവരെ പെടുത്താൻ നോക്കി. അപ്പൊ മറ്റേവരും കൂടെ യുദ്ധത്തിൽ ഇങ്ങോട്ട് വലിച്ചിടട്ടെ. മാത്രമല്ല, യുദ്ധം അങ്ങോട്ട് കയറി അങ്ങോട്ട് മൂർച്ഛിച്ചാലുള്ള ഗുണം എന്തോന്നറിയാം, ഈ പറഞ്ഞ യുവമാരും കയറി ഇതിനകത്ത് പെടുത്തിയാൽ യുവമാരും ഇതിനകത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാവും. ഇന്ത്യക്ക് ഗുണമാ. ഇന്ത്യ ഇതോടുകൂടി ഇങ്ങനെ
ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ക്രൂഡ് ഓയിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ സംവിധാനമില്ല. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ വന്നു. അപ്പൊ അങ്ങനെ സമയത്ത് ഇപ്പം കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ക്രൂഡ് ഓയിൽ നമുക്ക് സമ്പുഷ്ടീകരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് നേട്ടോ, ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമ്മളിപ്പം തന്നെ ലോകത്തിലെ സൗദി അറേബ്യക്കാരുടെ മുമ്പില് കയറ്റുമതിയിൽ, ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ, അല്ല ക്രൂഡ് ഓയിൽ പെട്രോൾ ഡീസൽ കയറ്റുമതിയിൽ വലിയ കക്ഷിയായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ഇവര് പിടിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല, എല്ലായിടവും ചവിട്ടുന്നിടം മൊത്തം തെറ്റുക. അപ്പൊ അതേ രീതിയിലെ കാര്യങ്ങൾ നാറ്റോ വന്ന് വരട്ട്, എല്ലാ വരട്ടുകളും എല്ലാ രീതിയിലും, യുദ്ധമാണോ യുദ്ധം, എന്നാ അടിയാണോ അടി, താരിഫാണോ താരിഫ്, എങ്ങനെ നിൽക്കുക, വാടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പം അമേരിക്ക കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ പറയുന്നത് പോലെ അമേരിക്കക്ക് പണി കിട്ടി, അമേരിക്കക്ക് പൊള്ളി. എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ട്രംപ് താരിഫിന്റെ രീതി നോക്കി, യുദ്ധം നിർത്താൻ നോക്കി, നമ്മളെ വരട്ടി നോക്കി, എല്ലാ രീതിയിലും. അതിനുശേഷം പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി. ഏത് കാര്യം പറഞ്ഞതൊക്കെ ഈ പറയുന്ന ഗുണമൊന്നും ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല ആഗസ്റ്റിൽ നമ്മുടെ കയറ്റുമതി 9% കൂടി. ആഗസ്റ്റിൽ 50% താരിഫ് വെച്ച കണക്കാവുന്നേ, 9% കയറ്റുമതി കൂടി. ആർക്കാ? ഇന്ത്യക്ക്. അപ്പൊ എങ്ങനെയായി? നമ്മൾ കാര്യങ്ങൾ വേറെ സെറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമ്മളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കാര്യങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കം എടുത്ത്. ഏതായാലും നാറ്റോ വരണ്ടു, റഷ്യയോട് കളിച്ചിട്ടുള്ള കാര്യമില്ല. അതിനകത്ത് അവർക്കിപ്പോ വരുന്നത് റഷ്യ ഇങ്ങനെ അമ്പും വില്ലും കൊടുത്തു നിൽക്കുന്ന, പക്ഷെ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന റഷ്യ അവർ കാണുന്നുള്ളൂ. അതിന്റെ പുറകിലില്ല. അർജുനൻ യുദ്ധം ചെയ്യുന്ന ശ്രീകൃഷ്ണൻ പുറകെ നിൽക്കുന്നവരുടെ സംവിധാനമാണ് റഷ്യക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മൾ സഹായിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, അമേരിക്കയുടെ ഒരു കളിയും ഒരുപക്ഷെ ഈ പറയുന്ന റഷ്യയോട് നടക്കുന്ന ഒരു അവസ്ഥയില്ല. റഷ്യ എന്ന് പറയുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖം, അതായത് കുറച്ച് നമ്മളെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലരൊക്കെ പറയുന്നത് കൂലിപ്പട്ടാളനെ കൊണ്ട് എന്തുകൊണ്ട് ഉക്രൈനെ അടിക്കാത്തതും തീർക്കാത്തതെന്ന് പറയുന്നത്, യുക്രൈനെ അകത്ത് കിടക്കുന്നത് റഷ്യക്കാരായിട്ടുള്ള ചില വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട്. മാത്രമല്ല അപ്പൊ ഒരു വൈകാരികത ഉണ്ടായത് കൊണ്ടാണ് യുക്രൈനെ തീർത്തടിക്കാത്തത്. അല്ല യുക്രൈനെ മണിക്കൂർ വെച്ച് അടിക്കാൻ ഉള്ള കാര്യമേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത്. അതായത് നാറ്റോ വിരണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയൊരു അംഗത്തിന് ഞങ്ങളില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് ഇപ്പൊ ആദ്യം തുടങ്ങിയില്ല, തുടങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ കണ്ടതേ ഉള്ളൂ. ഞാൻ ട്രെയിലറും കണ്ടില്ല കേട്ടോ. അതിന് മുമ്പേ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ പുറകിൽ ഇപ്പൊ അവരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഈ റഷ്യയാണോ ഇന്ത്യയാണോ നായകൻ എന്നുള്ളത്. അതുവരെ അതേ രീതിയിലേക്കുള്ളൊരു കാര്യമാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.